എനിക്ക് ചില പരിഭവങ്ങളും പരാതികളും ഉണ്ട് സാർ. എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകളാണ് അംബിക. അതിലുപരി എന്റെ മാനസപുത്രൻ പ്രതാപന്റെ സഹോദരി. എന്താണ് അംബികയുടെ പരാതി? കേക്കട്ടെ. എന്റെ മനസ്സ് സാർ അറിയാതെ പോയി. എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാർ തിരക്കിയതുമില്ല. അംബിക എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിനെ പലതും മനസ്സിലാവില്ല. അത് തന്നെ എന്റെ പരാതി. എന്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു. എ വെൽ നോൺ പൊളിറ്റീഷ്യൻ. അതാണോ പരാതിയും പരിഭവവും? അതിനുള്ള കഴിവും ത്യാഗസന്നദ്ധയൊക്കെ ഉണ്ടെങ്കിൽ അംബികയ്ക്ക് ആവുമല്ലോ. ആയിക്കോ. മഹാദേവവർമ്മ സാറിന്റെ പിൻഗാമിയാവാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ പിൻഗാമിയോ? എന്താ നീ പറയുന്നേ? ഈ നിയോജക മണ്ഡലത്തിൽ സാറ് സീറ്റ് തന്ന് എന്നെ മത്സരിപ്പിക്കുമെന്നും എന്നെ ജയിപ്പിക്കുമെന്നും ഞാൻ കരുതി. ജയിച്ച ഞാൻ മന്ത്രിയാവുമല്ലോ. എന്റെ ആ ആഗ്രഹമാ താങ്കൾ തല്ലിക്കെടുത്തിയത്. പകരം പ്രതാപന് എല്ലാം അങ്ങ് കൊടുത്തു. ഇതൊന്നും. അപ്പൊ ഇതല്ലേ അവരുടെ ഒറിജിനൽ കോവിലകം? അത് വലിയ കൊട്ടാരം കൊച്ചിയില. സാറിന് വനഭംഗി വലിയ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതായത്. പിന്നെ പതുക്കെ പതുക്കെ നാട്ടുകാരിൽ ഒരാളായി, അവരുടെ നേതാവുമായി. സംശയം കൊണ്ട് ചോദിക്കുന്നത് ഏട്ടാ, നമ്മളും മഹാദേവവർമ്മ സാറും തമ്മില് വല്ല ബ്ലഡ് റിലേഷൻസ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അച്ഛന്റെ നല്ല സുഹൃത്തായിരുന്നു, അത്രയേ ഉള്ളൂ. അമ്മ മരിച്ച് നമ്മുടെ കുടുംബം നശിച്ചപ്പോ തമിഴായത് മഹാദേവവർമ്മ സാറാ. നമുക്ക് പോവാൻ വേണേട്ടാ. അയ്യോ, പോവാനോ? എവിടെ പോവാൻ? നമുക്കേ ഈ കാടും മേടും ഒക്കെ ഒന്ന് കറങ്ങി കാണണം. കാട്ടിലെ ഗുഹകളൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി 2 ദിവസം താമസിച്ചിട്ട് പോവാം. ഗുഹയ്ക്കകത്ത് ചെന്നാലേ കടുവ എടുത്തോണ്ട് പോവും. എന്റെ അടുത്തൊരു കടുവയെ വരത്തില്ല. അപ്പൊ ഞാൻ കിടുവയാകും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. എവിടെ പോകുന്നു? ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികള് ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. അതല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? എവിടെ കഴിഞ്ഞു? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. രാജു തർക്കിക്കൊന്നും വേണ്ട. എന്തു വേണമെന്നും എങ്ങനെ വേണമെന്നും അമ്മയ്ക്കറിയാം. അത് അമ്മ തീരുമാനിച്ചോളൂ. സാറേ, അപ്പോ അതങ്ങനെ തന്നെ. മറ്റു കാര്യങ്ങൾ പറയുന്നേ. മറ്റു കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ആർക്കും അവരവരുടെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കരുത്. ഇന്നെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ താമസിക്കണം. ഈ സൂര്യമംഗലം തറവാട്ടിൽ കുറുപ്പേ, റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട് മേഡം. എന്നാ ഓരോരുത്തർക്കും അവരവരുടെ മുറികൾ കാണിച്ചു കൊടുക്കും. ഒരു വിശ്രമത്തിന് ശേഷം നമുക്ക് വീണ്ടും കൂടാം. കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അവനൊരു നല്ല പുള്ളി ഇല്ല പുല്ല. നിങ്ങൾ ഉരുണ്ടുരുണ്ട് പോകാതെ കാര്യം എന്ന് വെച്ചാ പറ.
ഞാൻ ആ ലാപ്ടോപ്പ് മാനേജറെ വിളിച്ചു. അവരെ വിളിച്ചോ? ആ എന്തിന്? ചുമ്മാ ഒരു തമാശക്ക്. അപ്പൊ അവര് പറഞ്ഞ് ഈ ആര്യാദേവി അറിയാതെ എന്റെ പൊന്നുമോന് അവരൊരു 10 ലക്ഷം രൂപ തന്നെന്ന്. നിങ്ങൾ എന്തിനാ തള്ളേ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ആഹാ എടാ, എനിക്ക് ആവശ്യമുള്ള പണി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു നാഴി മറ്റൊരു നാഴികത്ത് കടക്കത്തില്ല. പിന്നെ ഒരു ചേഞ്ച് എക്സാമ്പിള്. ഇപ്പൊ നാഴി അവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ അവരെ നമ്പർ കിട്ടി? നിങ്ങൾ എങ്ങനെ അവരെ വിളിച്ചു? അത് അന്നേ അവരുടെ വിസിറ്റിംഗ് കാർഡ് ഞാൻ അടിച്ചു മാറ്റി. കാരണം നീ വേലപണിയുടെ മേശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു. കാശടാ, 10 ലക്ഷത്തിൽ എന്റെ ഷെയർ അതിപ്പ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വർമ്മ സാറിനോട് പറയും. നീ പോലീസ് ജീപ്പിൽ കയറി ലോക്കപ്പിലേക്ക് പോകും. കുത്തിയത് പിടുത്തമിട്. ഒരു മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ പോലെ ആണെങ്കിലും ഞാൻ നിങ്ങളുടെ മോനല്ലേ. എന്റെ ഷെയർ എടുക്കണ. കാശ് വീട്ടിലായിരിക്കുന്നത്. അവിടെ ചെന്ന ഉടനെ ഞാൻ എടുത്ത് തരാം. അവിടെ ചെല്ലുമ്പം ഞഞ്ഞാ പറഞ്ഞ നീ എന്നേക്കും അകത്താവും.